പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിനടുത്ത് ദേവികുളത്താണ്. ദേവികുളത്ത് യാത്രി നിവാസിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഈ യാത്രി നിവാസിൻ്റെ തൊട്ട് മുകളിൽ ഒരു ദേവി കുളിച്ച കുളമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ദേവികുളം എന്ന പേര് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വന്നത് ബജറ്റബിളായിട്ടുള്ളൊരു താമസ സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഓൺലൈനായിട്ടുള്ള ബുക്കിംഗ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ നേരിട്ട് വന്ന റൂം കിട്ടത്തില്ല. ഇത് ktdcയുടെ കീഴിലുള്ള സ്ഥാപനമല്ല. ഇത് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ നേരിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. 3 സ്ഥലത്താണ് കേരളത്തിൽ ഈ യാത്രി നിവാസ് ഉള്ളത്. ഇവിടെ തൈക്കാടുണ്ട്, അതുപോലെ തന്നെ ദേവികുളത്തുണ്ട്, അതുപോലെ തന്നെ ആറ്റിങ്ങൽ. 3 സ്ഥലത്താണ് ഈ യാത്രി നിവാസം ഉള്ളത്. ഇവിടെ ആകെ 14 മുറികളാണുള്ളത്. ഈ 14 മുറിയിൽ 2 സ്യൂട്ടാണ്. 12 മുറികൾക്കുള്ള ചാർജ്, ഒരു മുറിക്ക് എന്ന് പറയുന്നത് 800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 2 വ്യക്തികൾക്ക് അലൗഡാണ്. അതിൽ ഒരു എക്സ്ട്രാ ഒരു പേഴ്സണും കൂടെ അനുവദിക്കുക. ആ എക്സ്ട്രാ പേഴ്സണ് 200 രൂപയാണ് ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൊത്തം 14 മുറിയുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഇവിടേക്ക് വരിക, ബുക്ക് ചെയ്യുക, താമസിക്കുക. വളരെ ശാന്തമായിട്ട് കഴിയാൻ പറ്റുന്ന സ്ഥലം. പ്രകൃതി സുന്ദരമായിട്ടുള്ള ആ മൂന്നാറിൻ്റെ സൗന്ദര്യവും കാലാവസ്ഥയും ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്കിവിടെ കഴിയാൻ. നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ ഇവിടുന്ന് നമുക്ക് കാണാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ദേവികുളത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൂര്യനിലെത്തും. സൂര്യനിലയിൽ നിന്ന് നമുക്ക് കൊളുക്കുമലയിലെ ആ ഒരു ഉദയം കാണാൻ പറ്റും. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയിറങ്ങൽ ഡാമിൽ പോവാം, പൂപ്പാറയിലേക്ക് പോവാം. തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ കുണ്ടള, മാട്ടുപ്പെട്ടി, അതുപോലെ തന്നെ വട്ടവട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോവാം. മൂന്നാറിൽ നിന്ന് തന്നെ നമുക്ക് മറയൂർ, ഇരവികുളം നാഷണൽ പാർക്ക്, കാന്തളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു സൗകര്യങ്ങൾ ഉണ്ട്. ഈ ഒരു യാത്രി നിവാസിൽ വന്ന് താമസിച്ചാൽ വളരെ ബജറ്റബിളാണ്, റീസണബിളായിട്ടുള്ള റേറ്റ്. അതാണ് പ്രധാന ആകർഷണം. നല്ല സൗകര്യം. ശരിക്കും പറഞ്ഞാൽ മറ്റ് സർക്കാരിൻ്റെ അതിഥി മന്ദിരങ്ങളിലൊക്കെ തന്നെ 7000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു മുറിയാണ് ഇവിടെ 800 രൂപയ്ക്ക് കിട്ടുന്നത്. ആ മുറി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പ്രിയപ്പെട്ടവർ, ഇത് സ്യൂട്ട് റൂമാണ്. അപ്പോൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു നമ്മൾ റിസീവ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ, എല്ലാവരും കൂടെ ഒത്തിരുന്ന് കുടുംബാംഗങ്ങളോ വന്ന ആളുകളോ ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ബാൽക്കണിയാണ്. കേട്ടോ, ഇത് ബാൽക്കണിയാണ്. ഇവിടെയും സൗകര്യങ്ങളുണ്ട്. ഇത് തുറക്കാൻ പറ്റും. ഈ സംഭവം ഇത് തുറക്കാൻ പറ്റും. തുറന്ന് നമുക്ക് അവിടെ ഇരിക്കാനും പറ്റും. ബെഡ്റൂം എന്ന് പറയുന്നത് സ്യൂട്ട് റൂമിൻ്റെ 1000 രൂപയാണ് കേട്ടോ. ഇതിന് 1000 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതാണ് സ്യൂട്ട് റൂം. TV ഉണ്ട്, ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. കണ്ടല്ലേ, അടിപൊളി ബെഡ്, നല്ല ഒരു ഷെൽഫ്, അതിൻ്റെ ലൈറ്റൊക്കെ നോക്കിയ സംവിധാനങ്ങളൊക്കെ അടിപൊളിയാണല്ലേ. ഇത് എവിടെ കിട്ടും? ബാത്റൂം നമുക്ക് നോക്കാം. ഇതാണ് ബാത്റൂം. അടിപൊളി. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് സ്യൂട്ട് റൂമിൽ കാണാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ 800 രൂപയുടെ റൂം അതൊന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കണ്ടില്ലേ, ഈ മുറി 800 രൂപയുടെ മുറിയാണ്. വളരെ റിച്ച് ആയിട്ടുള്ള അല്ലേ, സാധാരണക്കാർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു സംവിധാനം. ഇവിടെ 2 പേർക്കാണ് താമസിക്കാൻ പറ്റുക. ഒരാളെ എക്സ്ട്രാ അനുവദിക്കും. 200 രൂപ 20 രൂപ എന്നാണ് പറയുന്നത്. 200 രൂപ കിട്ടിയാൽ, കൂടുതൽ കൊടുത്താൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുറി കിട്ടും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു സ്വകാര്യ ഒരു റിസോർട്ടിനെ വെല്ലുന്ന രൂപത്തിൽ ഇത്തരം ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് അറിയില്ല. അടിപൊളി. ബാത്റൂമൊക്കെ എന്താ ക്ലീൻ കണ്ട. ഒരു സർക്കാർ സ്ഥാപനമാണ്, ഒരു സ്വകാര്യ സ്ഥാപനമല്ല. ആ സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ഇത്ര നീറ്റ് കിട്ടില്ല, ഇത്രയും ക്ലിയറാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ യാത്രി നിവാസിലെ ഭക്ഷണം, അതിൻ്റെ വിശേഷങ്ങളൊന്ന് നിങ്ങളെ മുന്നിലൊന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഭക്ഷണം, ആ ഒരു ഇതൊക്കെ സംഗതികളൊക്കെ ഒന്ന് കാണാം. തുറന്ന് ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ. പുട്ടും കടലക്കറിയാണ്. പപ്പടം, കടലക്കറി, പിന്നെ പപ്പടം ഉണ്ടോ? പപ്പടം വന്നില്ല. പപ്പടം. ഇത് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ്. പേര് പറഞ്ഞു. അശോക്, തിരൂര്. സാനിധ്യ, താനാളൂർ, നന്ദകുമാർ, തിരൂര്.
ഹായ്, അനൂജ് തിരൂർ. ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തിരൂർ. സാറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ 2 ദിവസമായാലും നമ്മളിവിടെ താമസിക്കുന്നത്. എങ്ങനെയുണ്ട് സാറേ? നല്ല അന്തരീക്ഷമാണ്. ചുറ്റുഭാഗം മല, മലയുടെ അടിവാരത്തിൽ ഒരു യാത്രി നിവാസ്, അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന ഒരു സ്ഥാപനം. സാറേ, എനിക്കറിയേണ്ട ഏറ്റവും ഇവിടുത്തെ ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണം. നിങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് രാവിലെയും ഡിന്നറും ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നല്ല ഹോംലി ഫുഡ്. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു ഇവിടെ, ഇഡ്ഡലി ചട്നി സാമ്പാർ, നല്ല ഹോംലി ഫുഡായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് പുട്ടും കടലയും പപ്പടമാണ്. ആ പുട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്ര ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ സർവീസ് മറ്റ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പോലെയല്ല. ഇവിടുത്തെ ജീവനക്കാരൊക്കെ വളരെ നല്ല സഹകരിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ അവർ കൺസിഡർ ചെയ്യുന്നത് നമ്മളെ. അതാണ് അതിൽ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ്. ഒരു സർക്കാർ സ്ഥാപനം ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യുന്നത്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ഉണ്ടാവില്ല. ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഹൗസ് കീപ്പിംഗ്. ശരിക്കും പൊതുമേഖലയെ ശക്തിപ്പെടുത്തണം. സ്വകാര്യ മേഖലയെക്കാളും പൊതുമേഖലയ്ക്ക് നന്നായിട്ട് ഞാനും പല 3 സ്റ്റാർ ഹോട്ടലിലും 5 സ്റ്റാർ ഹോട്ടലിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒക്കെ മികച്ച ഒരു നീറ്റ്നെസ്, ക്ലീൻനെസ്സും നല്ല ഹൗസ് കീപ്പിങ്ങും നല്ല കിച്ചൺ ഫെസിലിറ്റീസും സർവീസ് ഫെസിലിറ്റീസും ഒക്കെ ഉള്ള നല്ല ജീവനക്കാരുടെ പെരുമാറ്റവും വളരെ നല്ല ആൾക്കാരാണ്. വളരെ വെൽക്കം അല്ലേ? ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ പൊതുജനങ്ങൾക്ക് കൂടി വന്ന് കയറാൻ പറ്റുന്ന സ്ഥാപനമാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. മാറ്റുന്നു ഈ ഭരണകൂടം. നല്ല രൂപത്തിലാണ് ഈ ടൂറിസം മേഖലയെ. പക്ഷേ എന്നുവെച്ചാൽ അത് നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയുന്നില്ലത്. ഇത്രമാത്രം സൗകര്യങ്ങൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്രയും തുച്ഛമായിട്ടുള്ള വാടകയ്ക്ക് ഇത്ര നല്ല സർവീസ് കിട്ടുന്നുള്ളൂ എന്നുള്ളത് സാധാരണക്കാർ അറിയുന്നില്ല. ഞാനും അറിയുന്നത് വളരെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത്. സാധാരണ നമ്മുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ VIP മാത്രം മാറ്റി വയ്ക്കുന്നതാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രം വരുന്നതാണെന്നുള്ള തോന്നൽ മന്ത്രിമാർ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരണം. ശരിക്കും ആദ്യമായിട്ടാണ് ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഒരു യാത്രി നിവാസ് എന്ന് പറയുന്ന ഇതിൽ താമസം. ഇവിടെയാണ് സാധാരണ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനൊക്കെ വന്നപ്പോൾ താമസിക്കാറുള്ളത് വരുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇവിടെ താമസിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണക്കാർ സുഖമായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇനി കുടുംബമായിട്ട് വരും. സുഹൃത്തുക്കളോട് ഞാനത് റെക്കമെൻഡ് ചെയ്യും. ഞാനതിൻ്റെ ഫോട്ടോസ് കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. റൂംസിൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അവർ എൻ്റെ കൂടെയുള്ള 4-5-6 പേരുണ്ട്. അവരെല്ലാം ഫ്രണ്ട്സൊക്കെ എടുത്ത് എൻ്റെ റൂംസിൻ്റെ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇതിൻ്റെ സൗകര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കും. കാരണം ഒരു ഗവൺമെന്റ് സ്ഥാപനം ഇത്ര നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് തോന്നലുണ്ടാവും. എത്തേണ്ടതുണ്ട്. അത് എത്തുന്നില്ല എന്നുള്ള പ്രശ്നം. കാരണം ഇവിടെ ശരിക്കും ഒരു സാധാരണ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4000 രൂപയെങ്കിലും നമ്മൾ. സാറേ, ഇതേ റൂമിന് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ തന്നെ KTDCയിലൊക്കെ 7000 രൂപയാണ് വാങ്ങുന്നത്. ഇവിടെയാണ് 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും കൊടുക്കുന്നത്. മൂന്നാർ ടൗണിൽ, ഇത് ദേവികുളത്താണല്ലോ. മൂന്നാർ ടൗണിൽ തന്നെ KTDCയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ വലിയ 4000, 5000, 6000 ഒക്കെ മേടിക്കുന്നുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരണം. ഇതേപോലെ കുറച്ചും കൂടെ വാടക കുറച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കുറച്ചുകൂടെ നല്ല ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ, ഏതായാലും ഞങ്ങളുടെ ചാനലുമായിട്ട് ഈ വിശേഷങ്ങൾ പങ്കുവെച്ചത് വളരെ ഓക്കെ, താങ്ക് യു. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് വിഷ്ണു. ശബ്ദത്തിൽ പറഞ്ഞോ സാർ. എൻ്റെ പേര് വിഷ്ണു. എവിടെ നിന്ന് വരുന്നു? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്താണ്. എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോൾ എണ്ണമെല്ലാം കൂടെ 27. ബാക്കി ഡീറ്റെയിൽ അവിടെ പറയാം. 27 പേരുണ്ട്. ബാക്കി അവിടെ പറയാം. 27 പേരുണ്ട്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? നല്ല സെറ്റായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ 27 പേരുണ്ട്. ബാക്കി പുറത്തും ഇതിനിടയിൽ 2 പേര് റൂം എടുത്തായിരുന്നു. പക്ഷെ അതിനേക്കാളും ഇവിടെ രാവിലെ ചൂടുകൊള്ളായാലും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. പിന്നെ വന്നതിൽ ബാക്കി അവിടെ പ്രൈവറ്റിനേക്കാളും കുറച്ചാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, പുറത്ത് ഇത്രയും ഗസ്റ്റ് ഹൗസുകൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇതുപോലെ വീണ്ടും അധികം ഗസ്റ്റ് ഹൗസുകൾ തുടങ്ങി? അത് വല്ലാതെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര വർഷമായിട്ടും ഇത് തന്നെയായിട്ട് കൂടുന്നു. പക്ഷെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ട്. സർക്കാർ എന്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ അത് അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലേ? അതിൽ വലിയൊരു ചോദ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. സ്വകാര്യ മേഖല വേണോ പൊതുമേഖല വേണോ എന്ന ചോദ്യത്തിന്റെ വലിയൊരു അത്രയേ ഉള്ളൂ. വേണ്ട. പൊതുമേഖലയെ നമ്മൾ കൂടുതൽ ജയിപ്പിക്കുക. ഇത് തന്നെ ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസും ഇതിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ. ശരി.
സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പക്ഷേ നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് പറയാനുള്ളത്. സെയിം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ചെയ്യുന്നു? ഞാൻ സർക്കാർ ജീവനക്കാരാണ്. സർക്കാർ ജീവനക്കാരാണ്. ഏതാ ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റിലാണ്. സർവേ ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ ടീച്ചറാണ്. ഓക്കെ, താങ്ക് യു. കുട്ടികളോട് ചോദിക്കട്ടെ, അവരാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ഇവിടുത്തെ താമസം? നീ പേടിക്കണ്ട. അടിപൊളിയായിരുന്നു. ഉഷാറായിരുന്നു. പുട്ടും കടല എങ്ങനെയുണ്ട്? പുട്ടും കടല എങ്ങനെയുണ്ടടാ? കൊള്ളാം. കണ്ടാ, സത്യസന്ധ കുഞ്ഞുങ്ങളാകുമ്പോൾ സത്യം പറയത്തുള്ളൂ. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? പപ്പടം എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ പപ്പടമാണോ? വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ താമസം. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ജനങ്ങളിലെത്തിക്കുക. ഈ സംവിധാനം അധികം ജനങ്ങൾക്ക് അറിയത്തില്ല. തേർഡ് ടൈമാണ്. അത് ശരി. അതുകൊണ്ട് തന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. ഈ ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റവും സൂപ്പറാണ് അല്ലേ? അപ്പോൾ താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കുക. എൻ്റെ ചാനലിന്റെ പേര് പ്രവീൺ മാഷ് വ്ളോഗ് എന്ന് പറയും. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. പ്രവീൺ മാഷ് വ്ളോഗ്. ഓക്കെ, താങ്ക് യു. ഹായ്, ഞാൻ അനൂജ്. ഞാൻ തിരൂർ സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിൽ. ഇത് ദേവികുളം പോലീസ് സ്റ്റേഷനോട് നിയർ ബൈ ആയിട്ടാണ് ഈ സ്ഥാപനമുള്ളത്. ഇവിടെ ഓൺലൈനിലാണ് ഇവിടുത്തെ ബുക്കിംഗ്. നമുക്ക് www.kerala.tourism.org എന്ന സൈറ്റിലൂടെയാണ് നമ്മൾ ഇവിടേക്കുള്ള താമസ സൗകര്യം ബുക്ക് ചെയ്യേണ്ടത്. കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണ്, കേരളത്തിൽ 3 സ്ഥാപനങ്ങളാണ് ഈ യാത്രി നിവാസ് ഉള്ളത്. അതിലൊന്നാണ് മൂന്നാറിലെ ദേവികുളത്തുള്ളത്, മറ്റൊന്ന് തിരുവനന്തപുരം തൈക്കാടും ഒന്ന് ആറ്റിങ്ങലും. ഈ 3 സ്ഥാപനമാണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊതുവെ ജനങ്ങൾക്ക് അറിയപ്പെടുന്നില്ല ഇങ്ങനെ സ്ഥാപനം ഉള്ളത്. കാരണം കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പായിട്ടുള്ള ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. എല്ലാവിധ താമസ സൗകര്യങ്ങളും, സ്പേഷ്യസായ റൂമും, പിന്നെ നമുക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 800 രൂപ മാത്രമാണ് ഇവിടുത്തെ ഒരു ഡീലക്സ് റൂമിൻ്റെ ചാർജ്. അപ്പം ഇത് യാത്രികരായ നിങ്ങളെല്ലാവരും ഈ ഒരു സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക. kerala.tourism.org www.kerala.tourism.org എന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യാം. എല്ലാവരും ഒരു ദിവസം ഇവിടെ ഒന്ന് താമസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.